സാധാരണ എപ്പോഴും പറയുന്നതാണ് ആവശ്യമില്ലാത്ത തസ്തികകൾ, അതായത് 41 മറ്റോ വെൽഫെയർ ബോർഡ്സ് ഉണ്ട് കേരളത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ടെന്ന് വെച്ചാൽ ഏതാനും വർഷം മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു വെൽഫെയർ ബോർഡ് വേണ്ടെടുത്ത് എന്തിനാണ് 41 ബോർഡ്? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ആരും കോമൺ സെൻസ് ഉള്ള ആർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അത്. അതായത് ഒരു വലിയ രാജ്യം, ഇന്ത്യ പോലെ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഭരിക്കാൻ ഒരു ഗവൺമെന്റാണ്. അതേ സമയത്താണ് ഈ കൊച്ചു കേരളത്തിലെ, അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ 2.6% മാത്രമുള്ള കൊച്ചു കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ജോലിയെടുത്തു അല്ലാതെയൊക്കെ പിരിയുന്നവർക്ക് വെൽഫെയർ ക്ഷേമനിധി ബോർഡുകൾ 42 ക്ഷേമനിധി ബോർഡുകൾ. ഒറ്റ ക്ഷേമനിധി ബോർഡുണ്ട്. എത്രയോ പണം ചുരുക്കി ചെലവഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ, അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇഷ്ടപ്പെട്ടവരെ വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കുറ്റകൃത്യത്തിനും ഓരോ തെറ്റായ തീരുമാനത്തിനും അത് ബലിയാടുകളാകുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം സാധാരണക്കാരൻ്റെ കയ്യിൽ 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയാൽ അത് മുഴുവൻ വിപണിയിൽ ചെലവഴിക്കുന്നു മരുന്നിനും മന്ത്രത്തിനുമായിട്ട്. അതേസമയത്ത് ധനികനാണെങ്കിലോ അവൻ്റെ സ്വത്തിൻ്റെ, അല്ലെങ്കിൽ വലിയ പെൻഷൻ കിട്ടുന്നവരോ അല്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടുന്നവരോ ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി നികുതി കൊടുത്തോ നികുതി കൊടുക്കാതെയോ ഒക്കെ പല മേഖലകളിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കാണും. അപ്പം ഈ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണ് ഈ വിളയാട്ടം മുഴുവനും ഗവൺമെൻറ്റുകൾ നടത്തുന്നത്. അത് ഒന്ന് അവസാനിപ്പിച്ച് സാധാരണ ജനങ്ങളോട് നീതി പുലർത്തണം എന്ന ചിന്താഗതിയോടുകൂടി ഭരിക്കുന്ന ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഈ വെൽഫെയർ ബോർഡുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക, 1 2 1 ധാരാളം മതി, അങ്ങനെ ആക്കുക. അതുപോലെ തന്നെ PSCയുടെ കാര്യം ഓർത്തു നോക്കുക. 22 23 മെമ്പേഴ്സ് ഉണ്ട് PSCയിൽ. ഒക്കെ എങ്ങനെയുള്ളവർ? ഏറ്റവും വലിയ മഹാരഥന്മാരൊന്നുമില്ല PSC മെമ്പേഴ്സായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെയാണ് ആക്കുന്നത്. ഓരോ PSC മെമ്പേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കേട്ടാൽ നമ്മൾ സ്വന്തം വിട്ട് ചിരിച്ചു പോകും. അങ്ങനെയുള്ളവരാണ് PSC മെമ്പേഴ്സായിട്ട് വരുന്നത്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കേട്ടാൽ മൂക്കത്ത് കൈവിരൽ വെച്ച് പോകും നമ്മൾ. അതും ഈ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് എന്നത് എപ്പോഴും ഗവൺമെൻറ് ഓർക്കണം. ഇവിടെ 22 ഈ കൊച്ചു കേരളത്തിൽ ഹൈലി ഡിജിറ്റൽ എന്ന് പറഞ്ഞത് വീമ്പിളക്കുന്ന കൊച്ചു കേരളത്തിൽ 22 23 പേര് PSC മെമ്പേഴ്സ് ആയിട്ടുള്ളപ്പോൾ UPSC ഓൾ ഇന്ത്യ തലത്തിൽ 22 പരീക്ഷ, അതുകൂടാതെ വേറെയും കാണും 22 വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ 11 മെമ്പേഴ്സേ ഉള്ളൂ. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 7 8 മെമ്പേഴ്സ് വീതമേ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് കേരളത്തിൽ 22 23 മെമ്പേഴ്സിനെ വെച്ചിരിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്ര വലിയ ധിക്കാരം കാണിക്കുന്നത് വരുന്ന ഗവൺമെൻറ്റുകൾ. അപ്പം അങ്ങനെ ആ ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കുമെന്ന് ഉറപ്പ് കിട്ടിയാലേ അടുത്ത ഭരണം ആർക്കും കൊടുക്കൂ എന്ന് തീരുമാനിക്കണം. ഒരു തരത്തിലും ക്വാളിറ്റി വൈസായിട്ട് പ്രയോജനമില്ലാത്തവരെ PSC കയറ്റി വയ്ക്കുക, വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നാട് നശിപ്പിക്കുകയാണ്. നമ്മൾ സമാഹരിക്കുന്ന വിഭവങ്ങൾ മുഴുവനും ഇങ്ങനെ വെറുതെ പോവുകയാണ്, ഒന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താതെ. അപ്പോൾ അതൊക്കെ ചോദിക്കാനും പറയാനും നമുക്ക് ഈ പറയപ്പെട്ട ധൂർത്ത്, അതുപോലെ വകമാറ്റി ചെലവഴിക്കൽ, ആവശ്യമില്ലാത്ത അപ്പോയിൻമെൻറ്റ്സ് നടത്തുക, ഇതെല്ലാം എല്ലാ തരത്തിലും. അതുപോലെ അകമ്പടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഞാനിവിടെ പറയുന്നില്ല. അതിനൊക്കെ കോടതി ഇടപെട്ട്, എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇടപെടാൻ കഴിയാത്തത്? ഒരു രാജ്യത്ത് ഇത്രയധികം അകമ്പടി വാഹനങ്ങൾ ആവശ്യമില്ല. പ്രധാനമന്ത്രിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം റിസൈൻ ചെയ്യുന്നതിന് മുൻപ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ തോളിൽ തന്നെയുണ്ട്. അദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയാണ്. ജസ്റ്റിൻ ട്രൂഡോ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും കാണുമോ? എത്ര അകമ്പടി വാഹനങ്ങളുമായിട്ടൊക്കെയാണ് ഓരോ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ്, ഈ ബജറ്റ്, ഈ ഗവൺമെൻറ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ, രാജഭരണമായിരുന്നെങ്കിൽ ഇത്രയധികം ദൂർത്ത് കാണേണ്ടി വരും. ഒരൊറ്റ രാജാവിൻ്റെ ദൂർത്ത് കണ്ടാൽ മതി. ഇതങ്ങനെയല്ല, എത്രയോ പേരുടെ ദൂർത്താണ്, അവരുടെ പിടിയാളികളുടെ ദൂർത്താണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ബജറ്റ് വരുമ്പോഴും ഇതിൽ നിന്നൊന്നും മോചനം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എങ്കിലും ധനമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്.